വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് താമരയുടെ വിത്തുകൾ എങ്ങനെ മുളപ്പിക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു 6 മാസം മുമ്പേ ഞാൻ എടുത്തിട്ടുള്ളതാണ്. ഇത് ആമ്പല ഞങ്ങളെ വീട്ടിലുണ്ടായതായിരുന്നു. പക്ഷേ ഇപ്പം ഈ ആമ്പല ഇല്ല കേട്ടോ. ഇതിന് ശേഷം ഞങ്ങൾ വലിയ മീനിനെ ഇതിൻ്റെ അകത്ത് കൊണ്ടിട്ടിട്ട് അതിൽ ഈ ഇലകളൊക്കെ ഈ വലിയ മീൻ കാർപ്പ് പോലത്തെ മീനുകളായിരുന്നു, അതെല്ലാം കഴിച്ചു തീർന്നു. പക്ഷേ ഇപ്പം ഈ ഒരു ആമ്പലയുടെ അടിയിലുള്ള ഒരു കിഴങ്ങ് വന്നിട്ട് അതൊന്നും മുളച്ച് വന്നിട്ടുണ്ട്. അത് ഞാൻ വേറെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിത്ത് ഏകദേശം ഒരു വർഷത്തോളമായി എൻ്റെ കയ്യിൽ. 5 വിത്തുകൾ ഞാൻ ഇതുപോലെ മുളപ്പിച്ചിട്ട് 4 വിത്ത് മുളച്ചു വന്നിട്ടുണ്ട്. പക്ഷെ അതും ഇതുപോലെ തന്നെ ഈ ഒരു പോണ്ടിൽ വെച്ചതിന് ശേഷം അത് മൊത്തം കേടായിപ്പോയി, മീൻ തിന്നിട്ടെ. അപ്പോൾ ഇങ്ങനെ 2 ഭാഗങ്ങളുണ്ട് ഇതിന്. അതൊരു കൂർത്ത ഭാഗം, ഇങ്ങനെ ഒരു ഉണ്ട പോലത്തെ ഇങ്ങനത്തെ ഒരു ഭാഗം. അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ നന്നായിട്ട് ഒരതേണ്ടത്. അതായത് ഇങ്ങനെ നല്ല ഉറപ്പുള്ള എന്തെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഒരതുക. എന്നിട്ട് അങ്ങനെ ചെയ്ത് ഇങ്ങനത്തെ ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് വെള്ളത്തിലിട്ട് മുളപ്പിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിന്നാണ് നമുക്ക് മുളച്ചു വരിക. അപ്പം ഇതിപ്പോൾ നമുക്ക് മുളയ്ക്കുമോ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ കൂടിയിട്ട് നമുക്കൊന്ന് ഇട്ട് നോക്കാം. എന്താണെന്ന് വെച്ചാൽ ഒരു വർഷത്തോളം ആയല്ലോ, അപ്പോൾ അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടാകും. കാലാവധി കഴിയാൻ കാത്തു നിൽക്കരുത്. ശരിക്കും വിത്ത് നമ്മൾ നല്ല ക്വാളിറ്റി വിത്ത് വാങ്ങിക്കുക. ആദ്യം അതൊരു കാര്യം. ഞാനിപ്പോൾ ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അതിൻ്റെ റിവ്യൂ ആണ്. നല്ല റിവ്യൂ കണ്ട വിത്തുകൾ മാത്രം സെലക്ട് ചെയ്തിട്ട് നമ്മൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് കണ്ടോ, ഇത് ഒരു വിത്ത് നമുക്ക് മേലെ ഉള്ളത് കാണാം. അപ്പോൾ അതെന്തായാലും മുളയ്ക്കാൻ ചാൻസ് ഇല്ല. ഇനിയിപ്പം ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതാണ് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഉള്ളൊരു സ്റ്റേജ്. അതിൽ 3 വിത്ത് മുളച്ചിട്ടില്ല, പക്ഷെ 1 വിത്ത് മുളച്ചിട്ടുണ്ട്. അപ്പം മെയിനായിട്ട് അത് കാലാവധി കഴിഞ്ഞതിനെ കൊണ്ടായിരിക്കണം അതൊന്നും മുളയ്ക്കാഞ്ഞത്. അപ്പോൾ തറ്റത്ത് കാണാൻ പറ്റുന്നുണ്ടോ, അതിൻ്റെ ഒരു ചെറിയൊരു ഇലയും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് പോട്ടിംഗ് മിക്സ്ചറാണ്. എങ്ങനെ ഇതിനെ പോട്ട് ചെയ്യാം. നിറച്ചും വേര് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇനി കാണിക്കേണ്ടത് അതിന് കൊടുക്കേണ്ട പോട്ടിംഗ് മിക്സ്ചർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ എപ്പോഴും പോട്ടിംഗ് മിക്സ്ചർ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. പിന്നെ കണ്ടതിൻ്റെ തറ്റത്തൊരു ഇല വന്നത് വളരെ ക്ലോസ് ആയിട്ടാണ് ഞാനത് കാണിച്ചു തരുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് ആ ഒരു സ്റ്റേജിലേക്ക് പോകാം. അതിനാവശ്യമായിട്ടുള്ളത് ഗാർഡൻ സോയിൽ അല്ലെങ്കിൽ നമുക്ക് മണലെടുക്കാം. ഞാനിപ്പോൾ മണലാണ് എടുത്തിട്ടുള്ളത്. ഒരു പോർഷൻ ഫുള്ളും ഒരു 50% ആണ് കേട്ടോ. പിന്നെ കുറച്ച് ചാണകവും പിന്നെ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും. ഇതാണ് നമ്മളെ 3 മിക്സ്ചർ. അപ്പോൾ അത് 3ഉം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ചാണകം എന്നൊക്കെ പറയുന്നത് ഏറ്റവും നല്ലൊരു നാച്ചുറൽ ഫെർട്ടിലൈസറാണ് അല്ലേ. പിന്നെ അതിൻ്റെ അകത്ത് നൈട്രജൻ, കാൽഷ്യം, അങ്ങനെ ഫോസ്ഫറസ്, അങ്ങനെയുള്ള പ്ലാന്റിന് വേണ്ട ഹെൽത്തി ഗ്രോത്തിനുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ പോട്ട് തിരഞ്ഞെടുക്കുമ്പം പോട്ടിൽ ഹോൾ ഉണ്ടാവാൻ പാടില്ല. പിന്നെ മണ്ണ് നിറയ്ക്കുമ്പം പകുതി മാത്രം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പോട്ടിംഗ് മിക്സ്ചർ ചേർക്കുക. പിന്നെ ഈ ഒരു വേപ്പിൻ പിണ്ണാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു നാച്ചുറൽ ഫെർട്ടിലൈസർ തന്നെയാണ്. ഇത് നമ്മൾ ഈ മണ്ണിൻ്റെ ഉള്ളിലുള്ള കൃമികളെയൊക്കെ നശിപ്പിക്കാനുള്ളൊരു സംഭവം കൂടിയാണ് ഈ ഒരു വേപ്പിൻ പിണ്ണാക്ക്. പിന്നെ വേറൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിന് വെള്ളം ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ബെറ്റർ എയറേഷന് വളരെ നല്ലതാണ്. പിന്നെ റൂട്ട് ഡെവലപ്മെൻറ്റിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വേപ്പിൻ പിണ്ണാക്കിൻ്റെ ഗുണങ്ങൾ കേട്ടോ. അപ്പം നല്ലൊരു ന്യൂട്രിഷ്യസ് ആയിട്ടുള്ള മണലിലേക്ക് അല്ലെങ്കിൽ മണ്ണിലേക്ക് നമുക്ക് നമ്മളെ ജെർമിനേറ്റ് ചെയ്ത സീഡ് മെല്ലെ അങ്ങോട്ട് ഇറക്കി വെക്കാം. എന്നിട്ട് നമ്മളെ മണ്ണിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് മൂടുക. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇനി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം വളരെ ഫോഴ്സ്ഫുള്ളി നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ പാടില്ല. എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ പ്ലാന്റ് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പം വളരെ ശ്രദ്ധിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഇല അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റിനെ തട്ടാത്ത അല്ലെങ്കിൽ അതിനൊന്നും എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ മെല്ലെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വെള്ളം ഏറ്റവും ടോപ്പിൽ വരെ, അതായത് ഈ ഒരു ലീഫിൻ്റെ എൻഡില്ലേ ആ ഒരു എൻഡ് പോർഷൻ വരെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ഫസ്റ്റത്തെ കുറച്ച് ദിവസങ്ങൾ നമ്മൾ പാർഷ്യൽ ഷെയ്ഡിൽ അങ്ങനെ ആയിരിക്കണം നമ്മൾ വെക്കേണ്ടത്. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഏകദേശം പ്ലാന്റൊക്കെ ഒന്ന് റിസെറ്റായി കഴിഞ്ഞാൽ മാത്രമേ നല്ല വെയിലത്തേക്ക് നമ്മൾ മാറ്റേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതാണ് നമ്മളെ സ്റ്റേജ്. അപ്പോൾ കണ്ടല്ലേ, ഇങ്ങനെയാണ് നമുക്ക് വെള്ളം നിറയ്ക്കേണ്ടത്. വെള്ളം നിറച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഷെയ്ഡിലേക്ക് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് എൻ്റെ ആമ്പല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചില്ലേ പൂവിട്ടത്, അത് കേടായി പോയി പറഞ്ഞില്ല. അതിൻ്റെ അകത്ത് കിഴങ്ങ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞങ്ങളെ പോണ്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ ഞാനത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പുറത്തേക്ക് എടുത്തായിരുന്നു. അപ്പോൾ ഇതും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ശരിക്കും ഇപ്പം ഞാൻ അതിൽ വലിയ മീനുകളൊക്കെ എടുത്ത് ഒഴിവാക്കി ചെറിയ മീൻകുട്ടികളെ മാത്രമാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. അപ്പം വലിയ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. അപ്പോൾ വലിയ മീനുകളൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഇലയൊക്കെ തിന്ന് കേടാക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഇനി അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ കുഴിച്ചിട്ട പ്ലാന്റ് എത്രമേലെത്തി. അപ്പോൾ ഇപ്പം ഒരു 1 വീക്ക് ബാക്ക് ഞാൻ എടുത്തതായിരുന്നു. അപ്പോൾ ഇപ്പം ഇതാ ഒരു ഇല കണ്ടില്ലേ, അത് മൊത്തം ഇങ്ങനെ ഇതായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഇലയും കൂടി ഒന്ന് വലുതായി വരാനുണ്ട്.
അപ്പോൾ ഇതാണ് അപ്പത്തെ സ്റ്റേജ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ടുള്ള ഓരോരോ സ്റ്റേജസ് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാണ്. എന്തായാലും ഒരു 6 മാസം ഒക്കെ പിടിക്കും ഇത് പൂവിടാൻ കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത ഇലയും കൂടിയും വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് കറൻറ്റ് സിറ്റുവേഷൻ. ഇതാ ഇപ്പോൾ ഇന്ന് എടുത്തപ്പോൾ ഉള്ളൊരു സ്റ്റേജും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ട് വിചാരിക്കണു. വളരെ നല്ലൊരു സംഭവം കേട്ടോ ഇതിങ്ങനെ മുളപ്പിച്ച് കാണാനൊക്കെ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോരുത്തരുടെ കമൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു സോ മച്ച് വാച്ചിങ് മൈ ചാനൽ. ബൈ ആൻഡ് ടേക്ക് കെയർ.